അധ്യായം 26. അശ്ശുഅറാ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 227. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ത്വാസീം മീം. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. ത്വാ സീൻ മീം. ഇത് സുവ്യക്തമായ വേദപുസ്തകത്തിലെ വചനങ്ങളാണ്. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനൂ മുഅ്മിനീൻ. അവർ വിശ്വാസികളായില്ലല്ലോ എന്നോർത്ത് ദുഃഖിതനായി നീ നിന്റെ ജീവൻ ഒടുക്കിയേക്കാം. ഇന്നശഅ നുനസ്സിൽ അലൈഹിം മിനസ് സമാഇ ആയതൻ ഫളല്ലത് അഅനാഖുഹും ലഹാ ഖാദിഈൻ. നാം ഇച്ഛിക്കുകയാണെങ്കിൽ അവർക്ക് നാം മാനത്തുനിന്ന് ഒരു ദൃഷ്ടാന്തം ഇറക്കിക്കൊടുക്കും. അപ്പോൾ അവരുടെ പിരടികൾ അതിന് വിധേയമായിത്തീരും. വമാ യഅതീഹിം മിൻ ദിക്രിൻ മിനർ റഹ്മാനി മുഹ്ദസിൻ ഇല്ലാ കാനൂ അൻഹു മുഅ്രിദീൻ. പരമകാരുണികനായ അല്ലാഹുവിൽ നിന്ന് പുതുതായി ഏതൊരു ഉദ്ബോധനം വന്നെത്തുമ്പോഴും അവരതിനെ അപ്പാടെ അവഗണിക്കുകയാണ്. ഫഖദ് കദ്ദബൂ ഫസയഅതീഹിം അൻബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഇപ്പോഴവർ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, എന്നാൽ അവർ പുച്ഛിച്ചു തള്ളിക്കളയുന്നതിന്റെ നിജസ്ഥിതി വൈകാതെ തന്നെ അവർക്ക് വന്നെത്തും. അവലം യറൗ ഇലൽ അർദി കം അൻബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? എത്രയേറെ വൈവിധ്യപൂർണമായ നല്ല ഇനം സസ്യങ്ങളെയാണ് നാം അതിൽ മുളപ്പിച്ചിരിക്കുന്നത്. ഇന്ന ഫീ ദാലിക ലആയഹ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. തീർച്ചയായും അതിലൊരു ദൃഷ്ടാന്തമുണ്ട്, എന്നിട്ടും അവരിലേറെ പേരും വിശ്വാസികളായില്ല. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. നിന്റെ നാഥൻ തന്നെയാണ് പ്രതാപിയും പരമകാരുണികനും. വഇദ് നാദാ റബ്ബുക മൂസാ അനിഅ്തിൽ ഖൗമൽ ളാലിമീൻ. നിന്റെ നാഥൻ മൂസായെ വിളിച്ചു പറഞ്ഞ സന്ദർഭം, നീ അക്രമികളായ ആ ജനങ്ങളിലേക്ക് പോവുക. ഖൗമ ഫിർഔൻ അലാ യത്തഖൂൻ. ഫിർഔന്റെ ജനത്തിലേക്ക്. എന്നിട്ട് ചോദിക്കൂ, അവർ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്ന്. ഖാല റബ്ബി ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ. മൂസ പറഞ്ഞു, എന്റെ നാഥ, അവരെന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. വയദീഖു സദ്രി വലാ യൻതലിഖു ലിസാനി ഫഅർസിൽ ഇലാ ഹാറൂൻ. എന്റെ ഹൃദയം ഞെരുങ്ങിപ്പോകുന്നു, എന്റെ നാവിന് സംസാര സാമർഥ്യമില്ല. അതിനാൽ നീ ഹാറൂന് സന്ദേശമയച്ചാലും. വലഹും അലയ്യ ദൻബുൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ. അവർക്കാണെങ്കിൽ എന്റെ പേരിൽ ഒരു കുറ്റാരോപണവുമുണ്ട്, അതിനാൽ അവരെന്നെ കൊന്നുകളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഖാല കല്ലാ ഫദ്ഹബാ ബിആയാതിനാ ഇന്നാ മഅകും മുസ്തമിഊൻ. അല്ലാഹു പറഞ്ഞു, ഒരിക്കലുമില്ല. അതിനാൽ നിങ്ങളിരുവരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി പോവുക. തീർച്ചയായും നിങ്ങളോടൊപ്പം എല്ലാം കേൾക്കുന്നവനായി നാമുണ്ട്. ഫഅ്തിയാ ഫിർഔന ഫഖൂലാ ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ. അങ്ങനെ നിങ്ങളിരുവരും ഫിർഔന്റെ അടുത്ത് ചെന്ന് പറയുക, തീർച്ചയായും ഞങ്ങൾ പ്രപഞ്ചനാഥന്റെ ദൂതന്മാരാണ്. അൻ അർസിൽ മഅനാ ബനീ ഇസ്രായീൽ. ഇസ്രയേൽ മക്കളെ ഞങ്ങളോടൊപ്പം അയക്കണമെന്നതാണ് ദൈവശാസന.
قال ألم نربك فينا وليدا ولبثت فينا من عمرك سنين. ഫിർഔൻ പറഞ്ഞു, കുട്ടിയായിരിക്കെ ഞങ്ങൾ നിന്നെ ഞങ്ങളോടൊപ്പം വളർത്തിയില്ലേ? നിന്റെ ആയുസ്സിൽ കുറെ കാലം ഞങ്ങളോടൊപ്പമാണല്ലോ നീ കഴിച്ചുകൂട്ടിയത്. وفعلت فعلتك التي فعلت وأنت من الكافرين. പിന്നെ നീ ചെയ്ത ആ കൃത്യം നീ ചെയ്തിട്ടുമുണ്ട്. നീ തീരെ നന്ദികെട്ടവൻ തന്നെ. قال فعلتها إذا وأنا من الضالين. മൂസ പറഞ്ഞു, അന്ന് ഞാനത് അറിവില്ലായ്മയാൽ ചെയ്തതായിരുന്നു. ففررت منكم لما خفتكم فوهب لي ربي حكما وجعلني من المرسلين. അങ്ങനെ നിങ്ങളെപ്പറ്റി പേടി തോന്നിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒളിച്ചോടി. പിന്നീട് എന്റെ നാഥൻ എനിക്ക് യുക്തിജ്ഞാനം നൽകി. അവൻ എന്നെ തന്റെ ദൂതന്മാരിലൊരുവനാക്കി. وتلك نعمة تمنها علي أن عبدت بني إسرائيل. എനിക്ക് ചെയ്തു തന്നതായി നീ എടുത്തു കാണിച്ച ആ അനുഗ്രഹം ഇസ്രായേൽ മക്കളെ നീ അടിമകളാക്കി വച്ചതിനാൽ സംഭവിച്ചതാണ്. قال فرعون وما رب العالمين. ഫിർഔൻ ചോദിച്ചു, എന്താണ് ഈ ലോകരക്ഷിതാവെന്നത്? قال رب السماوات والأرض وما بينهما إن كنتم موقنين. മൂസ പറഞ്ഞു, ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും സംരക്ഷകൻ തന്നെ. നിങ്ങൾ കാര്യം മനസ്സിലാകുന്നവരാണെങ്കിൽ ഇത് ബോധ്യമാകും. قال لمن حوله ألا تستمعون. ഫിർഔൻ തന്റെ ചുറ്റുമുള്ളവരോട് ചോദിച്ചു, നിങ്ങൾ കേൾക്കുന്നില്ലേ? قال ربكم ورب آبائكم الأولين. മൂസ പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവാണത്, നിങ്ങളുടെ പൂർവപിതാക്കളുടെയും രക്ഷിതാവ്. قال إن رسولكم الذي أرسل إليكم لمجنون. ഫിർഔൻ പറഞ്ഞു, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട നിങ്ങളുടെ ഈ ദൈവദൂതൻ ഒരു മുഴുഭ്രാന്തൻ തന്നെ, സംശയം വേണ്ട. قال رب المشرق والمغرب وما بينهما إن كنتم تعقلون. മൂസ പറഞ്ഞു, ഉദയസ്ഥാനത്തിന്റെയും അസ്തമയസ്ഥാനത്തിന്റെയും അവയ്ക്കിടയിലുള്ളവയുടെയും രക്ഷിതാവാണവൻ. നിങ്ങൾ ചിന്തിച്ചറിയുന്നവരെങ്കിൽ ഇത് മനസ്സിലാകും. قال لئن اتخذت إلها غيري لأجعلنك من المسجونين. ഫിർഔൻ പറഞ്ഞു, ഞാനല്ലാത്ത ഒരു ദൈവത്തെ നീ സ്വീകരിക്കുകയാണെങ്കിൽ നിശ്ചയമായും നിന്നെ ഞാൻ ജയിലിലടയ്ക്കും. قال أولو جئتك بشيء مبين. മൂസ ചോദിച്ചു, ഞാൻ താങ്കളുടെ അടുത്ത് വ്യക്തമായ വല്ല തെളിവും കൊണ്ടുവന്നാലും? قال فأت به إن كنت من الصادقين. ഫിർഔൻ പറഞ്ഞു, എങ്കിൽ നീ അതിങ്ങ് കൊണ്ടുവരിക, നീ സത്യവാനെങ്കിൽ. فألقى عصاه فإذا هي ثعبان مبين. അപ്പോൾ മൂസ തന്റെ വടി താഴെയിട്ടു. ഉടനെ അതാ അത് ശരിക്കും ഒരു പാമ്പായി മാറുന്നു. ونزع يده فإذا هي بيضاء للناظرين. അദ്ദേഹം തന്റെ കൈ കക്ഷത്തുനിന്ന് പുറത്തെടുത്തു. അപ്പോഴതാ അത് കാണികൾക്കൊക്കെ തിളങ്ങുന്നതായിത്തീരുന്നു. قال للملأ حوله إن هذا لساحر عليم. ഫിർഔൻ തന്റെ ചുറ്റുമുള്ള പ്രമാണിമാരോട് പറഞ്ഞു, സംശയമില്ല, ഇവൻ ഒരു പഠിച്ച ജാലവിദ്യക്കാരൻ തന്നെ. يريد أن يخرجكم من أرضكم بسحره فماذا تأمرون.
തന്റെ ജാലവിദ്യയിലൂടെ നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറന്തള്ളാനാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ നിങ്ങൾക്കെന്ത് നിർദ്ദേശമാണ് നൽകാനുള്ളത്? قالوا أرجه وأخاه وابعث في المدائن حاشرين. അവർ പറഞ്ഞു, ഇവന്റെയും ഇവന്റെ സഹോദരന്റെയും കാര്യം ഇത്തിരി നീട്ടിവെക്കുക. എന്നിട്ട് ആളുകളെ വിളിച്ചുകൂട്ടാൻ നഗരങ്ങളിലേക്ക് ദൂതന്മാരെ നിയോഗിക്കുക. يأتوك بكل سحار عليم. സമർത്ഥരായ സകല ജാലവിദ്യക്കാരെയും അവർ അങ്ങയുടെ അടുത്ത് വിളിച്ചു ചേർക്കട്ടെ. فجمع السحرة لميقات يوم معلوم. അങ്ങനെ ഒരു നിശ്ചിത ദിവസം നിശ്ചിത സമയത്ത് ജാലവിദ്യക്കാരെയൊക്കെ ഒരുമിച്ചു കൂട്ടി. وقيل للناس هل أنتم مجتمعون. ഫിർഔൻ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളെല്ലാം ഇവിടെ ഒത്തുകൂടുന്നുണ്ടല്ലോ. لعلنا نتبع السحرة إن كانوا هم الغالبين. ജാലവിദ്യക്കാരാണ് വിജയിക്കുന്നതെങ്കിൽ നമുക്കവരോടൊപ്പം ചേരാം. فلما جاء السحرة قالوا لفرعون أئن لنا لأجرا إن كنا نحن الغالبين. അങ്ങനെ ജാലവിദ്യക്കാർ വന്നു. അവർ ഫിർഔനോട് ചോദിച്ചു, ഞങ്ങളാണ് വിജയിക്കുന്നതെങ്കിൽ ഉറപ്പായും ഞങ്ങൾക്ക് നല്ല പ്രതിഫലമുണ്ടാവില്ലേ? قال نعم وإنكم إذا لمن المقربين. ഫിർഔൻ പറഞ്ഞു, അതെ, ഉറപ്പായും നിങ്ങളപ്പോൾ നമ്മുടെ അടുത്ത ആളുകളായിരിക്കും. قال لهم موسى ألقوا ما أنتم ملقون. മൂസ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എറിയാനുള്ളത് എറിഞ്ഞുകൊള്ളുക. فألقوا حبالهم وعصيهم وقالوا بعزة فرعون إنا لنحن الغالبون. അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കയറുകളും വടികളും നിലത്തിട്ടു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഫിർഔന്റെ പ്രതാപത്താൽ തീർച്ചയായും ഞങ്ങൾ തന്നെയായിരിക്കും വിജയികൾ. فألقى موسى عصاه فإذا هي تلقف ما يأفكون. പിന്നെ മൂസ തന്റെ വടി നിലത്തിട്ടു. ഉടനെ അത് അവരുടെ വ്യാജനിർമ്മിതികളെയൊക്കെ വിഴുങ്ങിക്കളഞ്ഞു. فألقي السحرة ساجدين. അതോടെ ജാലവിദ്യക്കാരെല്ലാം സുജൂദ് ചെയ്ത് നിലത്ത് വീണു. قالوا آمنا برب العالمين. അവർ പറഞ്ഞു, ഞങ്ങൾ പ്രപഞ്ചനാഥനിൽ വിശ്വസിച്ചിരിക്കുന്നു. رب موسى وهارون. മൂസായുടെയും ഹാറൂന്റെയും നാഥനിൽ. قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلسوف تعلمون لأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم أجمعين. ഫിർഔൻ പറഞ്ഞു, ഞാൻ അനുവാദം തരും മുമ്പേ നിങ്ങൾ അവനിൽ വിശ്വസിച്ചുവെന്നു. തീർച്ചയായും നിങ്ങളെ ജാലവിദ്യ പഠിപ്പിച്ച നിങ്ങളുടെ തലവനാണിവൻ. ഇതിന്റെ ഫലം ഇപ്പോൾ തന്നെ നിങ്ങൾ അറിയും. ഞാൻ നിങ്ങളുടെ കൈകാലുകൾ എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയും. തീർച്ച നിങ്ങളെയൊക്കെ ഞാൻ കുരിശിൽ തറക്കും. قالوا لا ضير إنا إلى ربنا منقلبون. അവർ പറഞ്ഞു, വിരോധമില്ല, ഞങ്ങൾ ഞങ്ങളുടെ നാഥനിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. إنا نطمع أن يغفر لنا ربنا خطايانا أن كنا أول المؤمنين. ഫിർഔന്റെ അനുയായികളിൽ ആദ്യം വിശ്വസിക്കുന്നവർ ഞങ്ങളാണ്. അതിനാൽ ഞങ്ങളുടെ നാഥൻ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണമെന്ന്
ഞങ്ങൾ ആഗ്രഹിക്കുന്നു. وأوحينا إلى موسى أن أسر بعبادي إنكم متبعون. മൂസാക്കു നാം ബോധനം നൽകി, എന്റെ ദാസന്മാരെയും കൂട്ടി രാത്രി തന്നെ പുറപ്പെട്ടുകൊള്ളുക, തീർച്ചയായും അവർ നിങ്ങളെ പിന്തുടരും. فأرسل فرعون في المدائن حاشرين. അപ്പോൾ ഫിർഔൻ ആളുകളെ ഒരുമിച്ചു കൂട്ടാൻ പട്ടണങ്ങളിലേക്ക് ദൂതന്മാരെ അയച്ചു. إن هؤلاء لشرذمة قليلون. ഫിർഔൻ പറഞ്ഞു, തീർച്ചയായും ഇവർ ഏതാനും പേരുടെ ഒരു ചെറു സംഘമാണ്. وإنهم لنا لغائظون. അവർ നമ്മെ വല്ലാതെ കോപാകുലരാക്കിയിരിക്കുന്നു. وإنا لجميع حاذرون. തീർച്ചയായും നമ്മളൊക്കെയും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. فأخرجناهم من جنات وعيون. അങ്ങനെ നാം അവരെ തോട്ടങ്ങളിൽ നിന്നും നീരുറവകളിൽ നിന്നും പുറത്തിറക്കി. وكنوز ومقام كريم. ഖജനാവുകളിൽ നിന്നും മാന്യമായ പാർപ്പിടങ്ങളിൽ നിന്നും. كذلك وأورثناها بني إسرائيل. അങ്ങനെയാണ് നാം ചെയ്യുക. അവയൊക്കെ ഇസ്രായേൽ മക്കൾക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. فأتبعوهم مشرقين. പിന്നീട് പ്രഭാതവേളയിൽ ആ ജനം ഇവരെ പിന്തുടർന്നു. فلما تراءى الجمعان قال أصحاب موسى إنا لمدركون. ഇരുസംഘവും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മൂസായുടെ അനുയായികൾ പറഞ്ഞു, ഉറപ്പായും നാം ഇതാ പിടികൂടപ്പെടാൻ പോവുകയാണ്. قال كلا إن معي ربي سيهدين. മൂസ പറഞ്ഞു, ഒരിക്കലുമില്ല, എന്നോടൊപ്പം എന്റെ നാഥനുണ്ട്, അവൻ എനിക്ക് രക്ഷാമാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും. فأوحينا إلى موسى أن اضرب بعصاك البحر فانفلق فكان كل فرق كالطود العظيم. അപ്പോൾ മൂസാക്കു നാം ബോധനം നൽകി, നീ നിന്റെ വടികൊണ്ട് കടലിനെ അടിക്കുക. അതോടെ കടൽ പിളർന്നു, ഇരുപുറവും പടുകൂറ്റൻ പർവ്വതം പോലെയായി. وأزلفنا ثم الآخرين. ഫിർഔനെയും സംഘത്തെയും നാം അതിന്റെ അടുത്തെത്തിച്ചു. وأنجينا موسى ومن معه أجمعين. മൂസായെയും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന എല്ലാവരെയും നാം രക്ഷപ്പെടുത്തി. ثم أغرقنا الآخرين. പിന്നെ മറ്റുള്ളവരെ വെള്ളത്തിലാഴ്ത്തിക്കൊന്നു. إن في ذلك لآية وما كان أكثرهم مؤمنين. തീർച്ചയായും ഇതിൽ വലിയ ഗുണപാഠമുണ്ട്, എന്നിട്ടും അവരിലേറെ പേരും വിശ്വസിക്കുന്നവരായില്ല. وإن ربك لهو العزيز الرحيم. തീർച്ചയായും നിന്റെ നാഥൻ ഏറെ പ്രതാപിയും പരമകാരുണികനുമാണ്. واتل عليهم نبأ إبراهيم. ഇബ്രാഹീമിന്റെ കഥ ഇവർക്ക് ഓതി കേൾപ്പിക്കുക. إذ قال لأبيه وقومه ما تعبدون. അദ്ദേഹം തന്റെ പിതാവിനോടും ജനതയോടും ചോദിച്ച സന്ദർഭം, നിങ്ങൾ എന്തിനെയാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്? قالوا نعبد أصناما فنظل لها عاكفين. അവർ പറഞ്ഞു, ഞങ്ങൾ ചില വിഗ്രഹങ്ങളെ പൂജിക്കുന്നു, അവയ്ക്ക് ഭജനമിരിക്കുകയും ചെയ്യുന്നു. قال هل يسمعونكم إذ تدعون. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവയത് കേൾക്കുമോ?
أو ينفعونكم أو يضرون അല്ലെങ്കിൽ നിങ്ങൾക്ക് അവ വല്ല ഉപകാരമോ ഉപദ്രവമോ വരുത്തുമോ? قالوا بل وجدنا آباءنا كذلك يفعلون അവർ പറഞ്ഞു, ഇല്ല, എന്നാൽ ഞങ്ങളുടെ പിതാക്കൾ അങ്ങനെ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون അദ്ദേഹം ചോദിച്ചു, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും പൂജിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? فإنهم عدو لي إلا رب العالمين അറിയുക, അവരൊക്കെയും എന്റെ എതിരാളികളാണ്, പ്രപഞ്ചനാഥനൊഴികെ. الذي خلقني فهو يهدين എന്നെ സൃഷ്ടിച്ചവനാണവൻ, എന്നെ നേർവഴിയിലാക്കുന്നതും അവൻ തന്നെ. والذي هو يطعمني ويسقين എനിക്ക് അന്നം നൽകുന്നതും കുടിനീർ തരുന്നതും അവനാണ്. وإذا مرضت فهو يشفين രോഗം ബാധിച്ചാൽ സുഖപ്പെടുത്തുന്നതും അവൻ തന്നെ. والذي يميتني ثم يحيين എന്നെ മരിപ്പിക്കുന്നതും പിന്നെ ജീവിപ്പിക്കുന്നതും അവനാണ്. والذي أطمع أن يغفر لي خطيئتي يوم الدين പ്രതിഫല നാളിൽ എന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നത് അവനിലാണ്. رب هب لي حكما وألحقني بالصالحين എന്റെ നാഥ, എനിക്ക് നീ യുക്തിജ്ഞാനം നൽകണമേ, എന്നെ നീ സജ്ജനങ്ങളിൽ പെടുത്തേണമേ. واجعل لي لسان صدق في الآخرين പിന്മുറക്കാരിൽ എനിക്ക് നീ സൽപ്പേരുണ്ടാക്കേണമേ. واجعلني من ورثة جنة النعيم എന്നെ നീ അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തേണമേ. واغفر لأبي إنه كان من الضالين എന്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണമേ, സംശയമില്ല, അദ്ദേഹം വഴിപിഴച്ചവൻ തന്നെ. ولا تخزني يوم يبعثون ജനം ഉയിർത്തെഴുന്നേൽക്കുന്ന നാളിൽ നീ എന്നെ അപമാനിതനാക്കരുതേ. يوم لا ينفع مال ولا بنون സമ്പത്തോ സന്താനങ്ങളോ ഒട്ടും ഉപകരിക്കാത്ത ദിനമാണത്. إلا من أتى الله بقلب سليم കുറ്റമറ്റ മനസ്സുമായി അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെന്നെത്തിയവർക്കൊഴികെ. وأزلفت الجنة للمتقين സൂക്ഷ്മത പുലർത്തുന്നവർക്ക് അന്ന് സ്വർഗം വളരെ അടുത്തായിരിക്കും. وبرزت الجحيم للغاوين വഴിപിഴച്ചവരുടെ മുന്നിൽ നരകം വെളിപ്പെടുത്തുകയും ചെയ്യും. وقيل لهم أين ما كنتم تعبدون من دون الله هل ينصرونكم أو ينتصرون അന്ന് അവരോട് ചോദിക്കും, അള്ളാഹുവെ വിട്ട് നിങ്ങൾ പൂജിച്ചിരുന്നവയെല്ലാം എവിടെ പോയി? അവ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? എന്നല്ല, അവയ്ക്ക് സ്വയം രക്ഷപ്പെടാനെങ്കിലും കഴിയുന്നുണ്ടോ? فكبكبوا فيها هم والغاوون അങ്ങനെ ആ ദുർമാർഗികളെയും അവരുടെ ആരാധ്യരെയും അതിൽ മുഖം കുത്തി വീഴ്ത്തും. وجنود إبليس أجمعون ഇബ്ലീസിന്റെ മുഴുവൻ പടയേയും. قالوا وهم فيها يختصمون അവിടെ അവരന്യോന്യം ഷണ്ഠ കൂടിക്കൊണ്ടിരിക്കും. അന്നേരം ആ ദുർമാർഗികൾ പറയും, تالله إن كنا لفي ضلال مبين അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു.
إذ نسويكم برب العالمين ഞങ്ങൾ നിങ്ങളെ പ്രപഞ്ചനാഥന് തുല്യരാക്കിയപ്പോൾ وما أضلنا إلا المجرمون ഞങ്ങളെ വഴിതെറ്റിച്ചത് ആ കുറ്റവാളികളല്ലാതെ ആരുമല്ല. فما لنا من شافعين ഇപ്പോൾ ഞങ്ങൾക്ക് ശുപാർശകരായി ആരുമില്ല. ولا صديق حميم ഉറ്റമിത്രവുമില്ല. فلو أن لنا كرة فنكون من المؤمنين അതിനാൽ ഞങ്ങൾക്കൊന്ന് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ ഉറപ്പായും ഞങ്ങൾ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുമായിരുന്നു. إن في ذلك لآية وما كان أكثرهم مؤمنين തീർച്ചയായും ഇതിൽ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ടും അവരിലേറെ പേരും വിശ്വസിക്കുന്നവരായില്ല. وإن ربك لهو العزيز الرحيم തീർച്ചയായും നിന്റെ നാഥൻ തന്നെയാണ് പ്രതാപിയും പരമകാരുണികനും. كذبت قوم نوح المرسلين നൂഹിന്റെ ജനത ദൈവദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. إذ قال لهم أخوهم نوح ألا تتقون അവരുടെ സഹോദരൻ നൂഹ് അവരോടിങ്ങനെ പറഞ്ഞ സന്ദർഭം, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? إني لكم رسول أمين സംശയം വേണ്ട, ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ ദൈവദൂതനാണ്. فاتقوا الله وأطيعون അതിനാൽ അല്ലാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. وما أسألكم عليه من أجر إن أجري إلا على رب العالمين ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം പ്രപഞ്ചനാഥന്റെ വശമാണുള്ളത്. فاتقوا الله وأطيعون അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. قالوا أنؤمن لك واتبعك الأرذلون അവർ പറഞ്ഞു, നിന്നെ പിൻപറ്റിയവരൊക്കെ താണവിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ, പിന്നെ ഞങ്ങൾക്കെങ്ങനെ നിന്നിൽ വിശ്വസിക്കാനാകും? قال وما علمي بما كانوا يعملون അദ്ദേഹം പറഞ്ഞു, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി എനിക്കെന്തറിയാം? إن حسابهم إلا على ربي لو تشعرون അവരുടെ വിചാരണ എന്റെ നാഥന്റെ മാത്രം ചുമതലയത്രേ. നിങ്ങൾ ബോധമുള്ളവരെങ്കിൽ അതോർക്കുക. وما أنا بطارد المؤمنين സത്യവിശ്വാസികളെ ഞാൻ എന്തായാലും ആട്ടിയകറ്റുകയില്ല. إن أنا إلا نذير مبين ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. قالوا لئن لم تنته يا نوح لتكونن من المرجومين അവർ പറഞ്ഞു, നൂഹേ, നീ ഇത് നിർത്തുന്നില്ലെങ്കിൽ നിശ്ചയമായും നിന്നെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും. قال رب إن قومي كذبون നൂഹ് പറഞ്ഞു, എന്റെ നാഥ, തീർച്ചയായും എന്റെ ജനത എന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. فافتح بيني وبينهم فتحا ونجني ومن معي من المؤمنين അതിനാൽ എനിക്കും അവർക്കുമിടയിൽ നീയൊരു നിർണായക തീരുമാനമെടുക്കണമേ. എന്നെയും എന്റെ കൂടെയുള്ള സത്യവിശ്വാസികളെയും രക്ഷപ്പെടുത്തണമേ. فأنجيناه ومن معه في الفلك المشحون അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും തിങ്ങി നിറഞ്ഞ ഒരു കപ്പലിൽ നാം രക്ഷപ്പെടുത്തി. ثم أغرقنا بعد الباقين പിന്നെ അതിനുശേഷം ബാക്കിയുള്ളവരെയൊക്കെ വെള്ളത്തിൽ മുക്കിത്താഴ്ത്തി. إن في ذلك لآية وما كان أكثرهم مؤمنين തീർച്ചയായും ജനങ്ങൾക്കതിൽ ദൃഷ്ടാന്തമുണ്ട്, എന്നിട്ടും
അവരിലേറെ പേരും വിശ്വസിക്കുന്നവരായില്ല. وَإِنَّ رَبَّكَ لَهُوَ الْعَزِيزُ الرَّحِيمُ നിശ്ചയം നിന്റെ നാഥൻ തന്നെയാണ് പ്രതാപവാനും പരമകാരുണികനും. كَذَّبَتْ عَادٌ الْمُرْسَلِينَ ആദ് സമുദായം ദേവദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. إِذْ قَالَ لَهُمْ أَخُوهُمْ هُودٌ أَلَا تَتَّقُونَ അവരുടെ സഹോദരൻ ഹൂദ് അവരോട് പറഞ്ഞതോർക്കുക, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവുന്നില്ലേ? إِنِّي لَكُمْ رَسُولٌ أَمِينٌ തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ ദേവദൂതനാണ്. فَاتَّقُوا اللَّهَ وَأَطِيعُونِ അതിനാൽ നിങ്ങൾ അല്ലാഹുവോട് ഭക്തി പുലർത്തുക, എന്നെ അനുസരിക്കുക. وَمَا أَسْأَلُكُمْ عَلَيْهِ مِنْ أَجْرٍ إِنْ أَجْرِيَ إِلَّا عَلَى رَبِّ الْعَالَمِينَ ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം പ്രപഞ്ചനാഥന്റെ വശമാണുള്ളത്. أَتَبْنُونَ بِكُلِّ رِيعٍ آيَةً تَعْبَثُونَ വെറുതെ പൊങ്ങച്ചം കാട്ടാനായി നിങ്ങൾ എല്ലാ കുന്നിൻ മുകളിലും സ്മാരക സൗധങ്ങൾ കെട്ടിപ്പൊക്കുകയാണോ? وَتَتَّخِذُونَ مَصَانِعَ لَعَلَّكُمْ تَخْلُدُونَ നിങ്ങൾക്ക് എക്കാലവും പാർക്കാനെന്ന പോലെ പടുകൂറ്റൻ കെട്ടിടങ്ങൾ പടുത്തുയർത്തുകയാണോ? وَإِذَا بَطَشْتُمْ بَطَشْتُمْ جَبَّارِينَ നിങ്ങൾ ആരെയെങ്കിലും പിടികൂടിയാൽ വളരെ ക്രൂരമായാണ് ബലപ്രയോഗം നടത്തുന്നത്. فَاتَّقُوا اللَّهَ وَأَطِيعُونِ അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. وَاتَّقُوا الَّذِي أَمَدَّكُم بِمَا تَعْلَمُونَ അല്ലാഹു നിങ്ങളെ സഹായിച്ചതെങ്ങനെയെല്ലാമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. അതിനാൽ നിങ്ങൾ അവനെ സൂക്ഷിക്കൂ. أَمَدَّكُم بِأَنْعَامٍ وَبَنِينَ കന്നുകാലികളെയും മക്കളെയും നൽകി അവൻ നിങ്ങളെ സഹായിച്ചു. وَجَنَّاتٍ وَعُيُونٍ തോട്ടങ്ങളും അരുവികളും തന്നു. إِنِّي أَخَافُ عَلَيْكُمْ عَذَابَ يَوْمٍ عَظِيمٍ ഭയങ്കരമായ ഒരു നാളിലെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. قَالُوا سَوَاءٌ عَلَيْنَا أَوَعَظْتَ أَمْ لَمْ تَكُن مِّنَ الْوَاعِظِينَ അവർ പറഞ്ഞു, നീ ഉപദേശിക്കുന്നതും ഉപദേശിക്കാതിരിക്കുന്നതും ഞങ്ങൾക്ക് ഒരേപോലെയാണ്. إِنْ هَذَا إِلَّا خُلُقُ الْأَوَّلِينَ ഞങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ പൂർവികരുടെ പതിവിൽപ്പെട്ടതാണ്. وَمَا نَحْنُ بِمُعَذَّبِينَ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല. فَكَذَّبُوهُ فَأَهْلَكْنَاهُمْ إِنَّ فِي ذَلِكَ لَآيَةً وَمَا كَانَ أَكْثَرُهُم مُؤْمِنِينَ അങ്ങനെ അവരദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അതിനാൽ നാം അവരെ നശിപ്പിച്ചു. തീർച്ചയായും അതിലൊരു ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ടും അവരിലേറെ പേരും വിശ്വാസികളായില്ല. وَإِنَّ رَبَّكَ لَهُوَ الْعَزِيزُ الرَّحِيمُ നിശ്ചയം നിന്റെ നാഥൻ ഏറെ പ്രതാപിയും പരമദയാലുവുമാണ്. كَذَّبَتْ ثَمُودُ الْمُرْسَلِينَ സമൂദ് സമുദായം ദേവദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. إِذْ قَالَ لَهُمْ أَخُوهُمْ صَالِحٌ أَلَا تَتَّقُونَ അവരുടെ സഹോദരൻ സ്വാലിഹ് അവരോട് ചോദിച്ച സന്ദർഭം, നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നില്ലേ? إِنِّي لَكُمْ رَسُولٌ أَمِينٌ തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട വിശ്വസ്തനായ ദേവദൂതനാണ്. فَاتَّقُوا اللَّهَ وَأَطِيعُونِ അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. وَمَا أَسْأَلُكُمْ عَلَيْهِ مِنْ أَجْرٍ إِنْ أَجْرِيَ إِلَّا عَلَى رَبِّ الْعَالَمِينَ ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം
പ്രപഞ്ചനാഥനിൽ നിന്ന് മാത്രമാണ്. أتتركون فيما هاهنا آمنين അല്ല, ഇവിടെ ഇക്കാണുന്നതിലൊക്കെ നിർഭയമായി യഥേഷ്ടം വിഹരിക്കാൻ നിങ്ങളെ വിട്ടേക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? في جنات وعيون അതായത് ഈ തോട്ടങ്ങളിലും അരുവികളിലും وزروع ونخل طلعها هضيم വയലുകളിലും പാകമായ പഴക്കുലകൾ നിറഞ്ഞ ഈന്തപ്പനത്തോപ്പുകളിലും وتنحتون من الجبال بيوتا فارهين നിങ്ങൾ ആർഭാടപ്രിയരായി പർവ്വതങ്ങൾ തുരന്ന് വീടുകളുണ്ടാക്കുന്നു. فاتقوا الله وأطيعون നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. ولا تطيعوا أمر المسرفين അതിക്രമികളുടെ ആജ്ഞകൾ അനുസരിക്കരുത്. الذين يفسدون في الأرض ولا يصلحون ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണവർ, ഒരുവിധ സംസ്കരണവും വരുത്താത്തവരും. قالوا إنما أنت من المسحرين അവർ പറഞ്ഞു, നീ മാരണം ബാധിച്ചവൻ തന്നെ. ما أنت إلا بشر مثلنا فأت بآية إن كنت من الصادقين നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെ ആരുമല്ല. അതിനാൽ നീ എന്തെങ്കിലും അടയാളം കൊണ്ടുവരിക, നീ സത്യവാദിയെങ്കിൽ. قال هذه ناقة لها شرب ولكم شرب يوم معلوم അദ്ദേഹം പറഞ്ഞു, ഇതാ ഒരൊട്ടകം, നിശ്ചിത ദിവസം അതിന് വെള്ളം കുടിക്കാൻ അവസരമുണ്ട്, നിങ്ങൾക്കും ഒരവസരമുണ്ട്. ولا تمسوها بسوء فيأخذكم عذاب يوم عظيم നിങ്ങൾ അതിനെ ഒരു നിലയ്ക്കും ദ്രോഹിക്കരുത്. അങ്ങനെ ചെയ്താൽ ഒരു ഭയങ്കര നാളിലെ ശിക്ഷ നിങ്ങളെ പിടികൂടും. فعقروها فأصبحوا نادمين എന്നാൽ അവരതിനെ കശാപ്പ് ചെയ്തു, അങ്ങനെ അവർ കടുത്ത ദുഃഖത്തിനിരയായി. فأخذهم العذاب إن في ذلك لآية وما كان أكثرهم مؤمنين അങ്ങനെ മുന്നറിയിപ്പ് നൽകപ്പെട്ട ശിക്ഷ അവരെ പിടികൂടി. തീർച്ചയായും അതിലൊരു ദൃഷ്ടാന്തമുണ്ട്, എന്നിട്ടും അവരിലേറെ പേരും വിശ്വാസികളായില്ല. وإن ربك لهو العزيز الرحيم നിശ്ചയം നിന്റെ നാഥൻ ഏറെ പ്രതാപിയും പരമകാരുണികനുമാണ്. كذبت قوم لوط المرسلين ലൂത്തിന്റെ ജനത ദേവദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. إذ قال لهم أخوهم لوط ألا تتقون അവരുടെ സഹോദരൻ ലൂത്ത് അവരോട് ചോദിച്ച സന്ദർഭം, നിങ്ങൾക്ക് ദൈവഭക്തരാവരുതോ? إني لكم رسول أمين തീർച്ചയായും ഞാൻ നിങ്ങൾക്കുള്ള വിശ്വസ്തനായ ദൈവദൂതനാണ്. فاتقوا الله وأطيعون അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. وما أسألكم عليه من أجر إن أجري إلا على رب العالمين ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം പ്രപഞ്ചനാഥന്റെ വശമാണുള്ളത്. أتأتون الذكران من العالمين മാലോകരിൽ കാമശമനത്തിനു വേണ്ടി നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുകയാണോ? وتذرون ما خلق لكم ربكم من أزواجكم بل أنتم قوم عادون നിങ്ങളുടെ നാഥൻ നിങ്ങൾക്കായി സൃഷ്ടിച്ചു തന്ന നിങ്ങളുടെ ഇണകളെ ഉപേക്ഷിക്കുകയും നിങ്ങൾ പരിധിവിട്ട ജനം തന്നെ. قالوا لئن لم تنته يا لوط لتكونن من المخرجين അവർ പറഞ്ഞു, ലൂത്തേ,
നീ ഇത് നിർത്തുന്നില്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരിൽ നീയുമുണ്ടാകും. قال إني لعملكم من القالين. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇത്തരം ചെയ്തികളെ വെറുക്കുന്ന കൂട്ടത്തിലാണ്. رب نجني وأهلي مما يعملون. എന്റെ നാഥ, നീ എന്നെയും എന്റെ കുടുംബത്തെയും ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് രക്ഷിക്കണമേ. فنجيناه وأهله أجمعين. അവസാനം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നാം രക്ഷിച്ചു. إلا عجوزا في الغابرين. പിന്തി നിന്ന ഒരു കിഴവിയെ ഒഴികെ. ثم دمرنا الآخرين. പിന്നീട് മറ്റുള്ളവരെ നാം തകർത്ത് നാമാവശേഷമാക്കി. وأمطرنا عليهم مطرا فساء مطر المنذرين. അവരുടെ മേൽ നാം ഒരു തരം മഴ വീഴ്ത്തി. താക്കീത് നൽകപ്പെട്ടവർക്ക് കിട്ടിയ ആ മഴ എത്ര ചീത്ത. إن في ذلك لآية وما كان أكثرهم مؤمنين. തീർച്ചയായും അതിലൊരു ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ടും അവരിലേറെ പേരും വിശ്വാസികളായില്ല. وإن ربك لهو العزيز الرحيم. സംശയമില്ല, നിന്റെ നാഥൻ ഏറെ പ്രതാപിയും പരമദയാലുവും തന്നെ. كذب أصحاب الأيكة المرسلين. ഐക്ക നിവാസികൾ ദേവദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. إذ قال لهم شعيب ألا تتقون. ശുഐബ് അവരോട് ചോദിച്ച സന്ദർഭം, നിങ്ങൾക്ക് ദൈവഭക്തരാവരുതോ? إني لكم رسول أمين. ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായ വിശ്വസ്തനായ ദൈവദൂതനാണ്. فاتقوا الله وأطيعون. അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. وما أسألكم عليه من أجر إن أجري إلا على رب العالمين. ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. എനിക്കുള്ള പ്രതിഫലം പ്രപഞ്ചനാഥന്റെ വശം മാത്രമാണ്. أوفوا الكيل ولا تكونوا من المخسرين. നിങ്ങൾ അളവിൽ തികവ് വരുത്തുക, അളവിൽ കുറവ് വരുത്തുന്നവരിൽ പെട്ടുപോകരുത്. وزنوا بالقسطاس المستقيم. കൃത്യതയുള്ള തുലാസുകളിൽ തൂക്കുക. ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين. ജനങ്ങൾക്ക് അവരുടെ ചരക്കുകളിൽ കുറവ് വരുത്തരുത്, നാട്ടിൽ കുഴപ്പക്കാരായി വിഹരിക്കരുത്. واتقوا الذي خلقكم والجبلة الأولين. നിങ്ങളെയും മുൻ തലമുറകളെയും സൃഷ്ടിച്ചവനെ സൂക്ഷിക്കുക. قالوا إنما أنت من المسحرين. അവർ പറഞ്ഞു, നീ മാരണം ബാധിച്ച ഒരുത്തൻ മാത്രമാണ്. وما أنت إلا بشر مثلنا وإن نظنك لمن الكاذبين. നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതാരുമല്ല, കള്ളം പറയുന്നവനായാണ് നിന്നെ ഞങ്ങൾ കരുതുന്നത്. فأسقط علينا كسفا من السماء إن كنت من الصادقين. ആകാശത്തിന്റെ ചില കഷ്ണങ്ങൾ ഞങ്ങൾക്കുമേൽ വീഴ്ത്തുക, നീ സത്യവാദിയെങ്കിൽ. قال ربي أعلم بما تعملون. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി നന്നായി അറിയുന്നവനാണ് എന്റെ നാഥൻ. فكذبوه فأخذهم عذاب يوم الظلة إنه كان عذاب يوم عظيم. അങ്ങനെ അവരദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അതിനാൽ
കാർമേഘം കുടപിടിച്ച നാളിന്റെ ശിക്ഷ അവരെ പിടികൂടി. ഭയങ്കരമായ ഒരു നാളിന്റെ ശിക്ഷ തന്നെയായിരുന്നു അത്. ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. തീർച്ചയായും അതിലൊരു ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ടും അവരിലേറെ പേരും വിശ്വസിക്കുന്നവരായില്ല. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. നിശ്ചയം നിന്റെ നാഥൻ ഏറെ പ്രതാപിയും പരമദയാലുവുമാണ്. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. തീർച്ചയായും ഇത് പ്രപഞ്ചനാഥനിൽ നിന്ന് അവതരിച്ചു കിട്ടിയതാണ്. നസല ബിഹിർ റൂഹുൽ അമീൻ. വിശ്വസ്തനായ ആത്മാവാണ് അതുമായി ഇറങ്ങിയത്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻസിരീൻ. നിന്റെ ഹൃദയത്തിലാണ് ഇതിറക്കിത്തന്നത്, നീ താക്കീത് നൽകുന്നവരിൽ ഉൾപ്പെടാൻ. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. തെളിഞ്ഞ അറബി ഭാഷയിലാണിത്. വഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ. പൂർവികരുടെ വേദപുസ്തകങ്ങളിലും ഇതുണ്ട്. അവലം യകുൻ ലഹും ആയതൻ അൻ യഅലമഹു ഉലമാഉ ബനീ ഇസ്രായീൽ. ഇസ്രായേൽ മക്കളിലെ പണ്ഡിതന്മാർക്ക് അതറിയാം എന്നതുതന്നെ ഇവർക്ക് ഒരു ദൃഷ്ടാന്തമല്ലേ. വലൗ നസ്സൽനാഹു അലാ ബഅദിൽ അഅ്ജമീൻ. നാം ഇത് അനറബികളിൽ ആർക്കെങ്കിലുമാണ് ഇറക്കിക്കൊടുത്തതെന്ന് കരുതുക. ഫഖറഅഹു അലൈഹിം മാ കാനൂ ബിഹി മുഅ്മിനീൻ. അങ്ങനെ അയാളത് അവരെ വായിച്ചു കേൾപ്പിച്ചുവെന്ന്, എന്നാലും അവരിതിൽ വിശ്വസിക്കുമായിരുന്നില്ല. കദാലിക സലക്നാഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ. അവ്വിധം നാം ഇതിനെ കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ കടത്തിവിട്ടിരിക്കുന്നു. ലാ യുഅ്മിനൂന ബിഹി ഹത്താ യറവുൽ അദാബൽ അലീം. വേദനയേറിയ ശിക്ഷ കാണും വരെ അവരിതിൽ വിശ്വസിക്കുകയില്ല. ഫയഅതിയഹും ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. അവരറിയാത്ത നേരത്ത് വളരെ പെട്ടെന്നായിരിക്കും അതവരിൽ വന്നെത്തുക. ഫയഖൂലൂ ഹൽ നഹ്നു മുൻദറൂൻ. അപ്പോഴവർ പറയും, ഞങ്ങൾക്കൊരിത്തിരി അവധി കിട്ടുമോ? അഫബിഅദാബിനാ യസ്തഅ്ജിലൂൻ. എന്നിട്ടും ഇക്കൂട്ടർ നമ്മുടെ ശിക്ഷ കിട്ടാനാണോ ഇത്ര ധൃതി കൂട്ടുന്നത്? അഫറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ. നീ ചിന്തിച്ചു നോക്കിയോ, നാം അവർക്ക് കൊല്ലങ്ങളോളം കഴിയാൻ ആവശ്യമായ സുഖസൗകര്യങ്ങൾ നൽകിയെന്ന് വെക്കുക. ثم جاءهم ما كانوا يوعدون. പിന്നീട് അവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷ അവരിൽ വന്നെത്തിയെന്നും. ما أغنى عنهم ما كانوا يمتعون. എന്നാലും അവർക്ക് സുഖിച്ചു കഴിയാൻ നൽകിയ സൗകര്യം അവർക്കൊട്ടും ഉപകരിക്കുമായിരുന്നില്ല. وما أهلكنا من قرية إلا لها منذرون. മുന്നറിയിപ്പുകാരനെ അയച്ചിട്ടല്ലാതെ ഒരു നാടിനെയും നാം നശിപ്പിച്ചിട്ടില്ല. ذكرى وما كنا ظالمين. അവരെ ഉദ്ബോധിപ്പിക്കാനാണിത്. നാം ആരോടും ഒട്ടും അക്രമം കാണിക്കുന്നവനല്ല. وما تنزلت به الشياطين. ഈ ഖുർആൻ ഇറക്കിക്കൊണ്ടുവന്നത് പിശാചുക്കളല്ല. وما ينبغي لهم وما يستطيعون. അതവർക്ക് ചേർന്നതല്ല, അവർക്കതൊട്ടു സാധ്യവുമല്ല. إنهم عن السمع لمعزولون. അവരിത് കേൾക്കുന്നതിൽ നിന്ന് പോലും അകറ്റി നിർത്തപ്പെട്ടവരാണ്. فلا تدع مع الله إلها آخر فتكون من المعذبين. അതിനാൽ അള്ളാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും നീ വിളിച്ച് പ്രാർത്ഥിക്കരുത്. അങ്ങനെ ചെയ്താൽ
നീയും ശിക്ഷാർഹരിൽപ്പെടും. وأنذر عشيرتك الأقربين നീ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക. واخفض جناحك لمن اتبعك من المؤمنين നിന്നെ പിൻപറ്റിയ സത്യവിശ്വാസികൾക്ക് നിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. فإن عصوك فقل إني بريء مما تعملون അഥവാ അവർ നിന്നെ ധിക്കരിക്കുകയാണെങ്കിൽ പറയുക, നിങ്ങൾ ചെയ്യുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. وتوكل على العزيز الرحيم പ്രതാപിയും ദയാപരനുമായ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. الذي يراك حين تقوم നീ നിന്നു പ്രാർത്ഥിക്കുന്നേരത്ത് നിന്നെ കാണുന്നവനാണവൻ. وتقلبك في الساجدين സുജൂദ് ചെയ്യുന്നവരിൽ നിന്റെ ചലനങ്ങൾ കാണുന്നവനും. إنه هو السميع العليم തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. هل أنبئكم على من تنزل الشياطين പിശാചുക്കൾ വന്നിറങ്ങുന്നത് ആരിലാണെന്ന് നാം നിങ്ങളെ അറിയിച്ചു തരട്ടെയോ? تنزل على كل أفاك أثيم തനി നുണയന്മാരും കുറ്റവാളികളുമായ എല്ലാവരിലുമാണ് പിശാച് വന്നിറങ്ങുന്നത്. يلقون السمع وأكثرهم كاذبون അവർ പിശാചുക്കളുടെ വാക്കുകൾ കാതോർത്ത് കേൾക്കുന്നു. അവരിലേറെ പേരും കള്ളം പറയുന്നവരാണ്. والشعراء يتبعهم الغاوون വഴി പിഴച്ചവരാണ് കവികളെ പിൻപറ്റുന്നത്. ألم تر أنهم في كل واد يهيمون നീ കാണുന്നില്ലേ അവർ സകല താഴ്വരകളിലും അലഞ്ഞു തിരിയുന്നത്? وأنهم يقولون ما لا يفعلون തങ്ങൾ ചെയ്യാത്തത് പറയുന്നതും. إلا الذين آمنوا وعملوا الصالحات وذكروا الله كثيرا وانتصروا من بعد ما ظلموا وسيعلم الذين ظلموا أي منقلب ينقلبون സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അല്ലാഹുവെ ധാരാളമായി സ്മരിക്കുകയും തങ്ങൾ ആക്രമിക്കപ്പെട്ട ശേഷം അതിനെ നേരിടുക മാത്രം ചെയ്തവരുമൊഴികെ അതിക്രമികൾ അടുത്തുതന്നെ അറിയും തങ്ങൾ മാറിമറിഞ്ഞ് ഏതൊരു പരിണതിയിലാണ് എത്തുകയെന്ന്.